അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 5ാം ക്ലാസ്സിൻ്റെ താരീഖാണ് നമുക്ക് നാളത്തെ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികൾ ആരാണ്? അവരാണ് മുഹാജിറുകൾ. ഇനിയോ, മദീനയിലെ ആദ്യ പള്ളി, സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച പള്ളി മസ്ജിദുൽ ഖുബാ, അതാണ് അവിടെയൊക്കെ എഴുതാം. അടുത്തത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സഹോദരൻ ആരായിരുന്നു? സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അവിടെയൊക്കെ എടുത്ത് എഴുതാം. അടുത്തതാ, നബിയുടെ മദീനയിലെ പ്രഥമ ജുമുഅ നിസ്കാരം ബത്നുവാദിയിൽ വെച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ജുമുഅ, ആദ്യത്തെ ജുമുഅ. അവിടേക്ക് എഴുതി കൊടുക്കാം. അടുത്തതാ, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം ബദർ. അടുത്ത നമുക്ക് ബദർ യുദ്ധത്തിലെ എണ്ണ വിവരങ്ങൾ എഴുതാനാണ്. മുസ്ലിങ്ങൾ എത്ര, ശത്രുക്കൾ എത്രയെന്ന്. മുസ്ലിങ്ങൾ 313. അതിൽ മരണപ്പെട്ടവർ 14 സഹാബികൾ, ശുഹദാക്കള് 14 പേര്. തടവിലാക്കപ്പെട്ടവര്, ബദരീങ്ങളിൽ ആരും തടവിലാക്കപ്പെട്ടിട്ടില്ല. ഇനി ശത്രുക്കളില് എത്രയാണ്? 1000 പേര്. ശത്രുക്കൾ 1000 പേര്. അതില് മരണപ്പെട്ടത് 70 പേര്, തടവിലാക്കപ്പെട്ടവരും 70 പേര്. അങ്ങനെ നമുക്കവിടെ പൂർത്തിയാക്കി കൊടുക്കാം. ഇനി ഉത്തരം എഴുതാനാണ്. ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നടത്തിയ ദുആ എന്തായിരുന്നു? അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് മുമ്പ് അള്ളാഹുവിനോട് നടത്തിയ ദുആ. അടുത്തത്, മദീനയിലെ മതപരമായ പുരോഗതി എന്തായിരുന്നു? സുരക്ഷിതമായി ഇബാദത്തിനായി പള്ളി നിർമ്മിച്ചതാണ് മദീനയിലെ മതപരമായ പുരോഗതി. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം എന്തായിരുന്നു പറഞ്ഞത്? അവിടുത്തെ മുഖം കണ്ടപ്പോൾ അതൊരു കളവ് പറയുന്നയാളുടെ മുഖമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതായിരുന്നു കണ്ടത്. ഇനിയാ, മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി. ആരാണ് നൽകാൻ തയ്യാറായത്? ബനൂ നജ്ജാർ ഗോത്രക്കാരാണ് മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായത്. അടുത്തത്, സഅദ് റളിയല്ലാഹു അൻഹു വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞ മറുപടി എന്തായിരുന്നു? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഹോദരനോട് പറഞ്ഞത്. അടുത്തത്, അൻസാറുകളായ മുസ്ലിങ്ങളുടെ പ്രധാന ഗോത്രങ്ങൾ ഏതെല്ലാമാണ്? ഔസ്, ഹസ്രജ്. ഇതാണ് അൻസാറുകളായുടെ പ്രധാന ഗോത്രങ്ങൾ. അടുത്തതിന് 2 വീതം എഴുതാനാണ്. മദീനയിലെ പ്രധാന ജൂതഗോത്രങ്ങൾ. അൻസാരി ഗോത്രങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ജൂതഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ബനു കൈനുകാ, ബനു ഖുറൈള്, ബനു നളീർ. ഇതാണ് ജൂതഗോത്രങ്ങൾ. 2 എഴുതാം ഇന്ന്. അടുത്തത്, മദീന കരാറിന്റെ പ്രധാന നേട്ടങ്ങൾ. അതൊന്ന് 2. മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. അത് എഴുതാം. പിന്നെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. അത് എഴുതാം. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. അതിൽ നിന്ന് 2 എഴുതാനാണ്. അടുത്തത്, മുഹാജിറുകളും അൻസാറുകളും മദീനയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. അഭയം തേടി വരുന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് 2 എഴുതാം. ഇനിയാ, മദീന കരാറിന്റെ പ്രത്യേകതകൾ. ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ് മദീന കരാറ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇതൊക്കെ മദീന കരാറിന്റെ പ്രത്യേകതകളാണ്. ഇനി വ്യക്തമാക്കാനാണ്. അൻസാറുകൾ ആരാണ്? മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സഹാബികളാണ് അൻസാറുകൾ. അടുത്തത്, തടവിലാക്കപ്പെട്ട ശത്രുക്കൾ മോചിതരായത്.
ബദർ യുദ്ധത്തിലെ തടവിലാക്കപ്പെട്ട 70 പേര് അവരെ മോചിതരായത് എങ്ങനെയാണ്? തടവിലാക്കപ്പെട്ടവർ ചിലർ പണം അടച്ചു മോചിതരായി, മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചും മോചിതരായി. തടവിലാക്കപ്പെട്ട ശത്രുക്കൾ മോചിതരായത്. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. ബദർ യുദ്ധം നടന്ന മാസം ഇവിടെ നമുക്ക് ശരി അടയാളപ്പെടുത്തണം. അപ്പോൾ ബദർ യുദ്ധം നടന്ന മാസം റമദാനാണ്. റമദാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. അത് ശരി അടയാളപ്പെടുത്താം. ബാക്കിയുള്ളത് തെറ്റ് നൽകാം. അടുത്തതാ മദീനയുടെ ആദ്യത്തെ പേര് യസ്രിബ് എന്നാണ്. അപ്പോൾ അവിടെ ശരിയുള്ളത് ഇട്ട് നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ തെറ്റ് നൽകാം. അടുത്തത് ബദർ യുദ്ധം നടന്ന വർഷം. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്. അത് ശരിയിടാം, ബാക്കിയുള്ളത് തെറ്റിടാം. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം കസ്വ, ബാക്കിയുള്ളത് നമുക്ക് തെറ്റിടാം. ഇനി പൂരിപ്പിച്ച ആശയം എഴുതാനാണ്. വജബ ഡാഷ് അലൈന, അത് പൂർത്തിയാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ മദീന നിവാസികള് ദഫ് മുട്ടി ബൈത്ത് ചൊല്ലി മുഹാജിറുകളെ സ്വീകരിച്ചു. ബൈത്ത് ചൊല്ലിയിട്ട്. അപ്പൊ ബൈത്തിൽ നിന്നാണ് വന്നത് വജബ ശുക്രു അലൈന മാദഅ ലില്ലാഹി ദാഇൻ, അതാണ് ഇവിടെ അലൈനാണ് വന്നത്. അതുപോലെ മറ്റു ലൈനുകൾ അതിലെ തൊലാൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ, അതൊക്കെ ഇതുപോലെ വന്നാൽ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. നന്നായി മനസ്സിലാക്കുക. ഇനിയാ ഇല്ലാഹുമ്മ ലാ, ഇവിടെ പൂർത്തിയാക്കണം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിനിടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ലാ വൈസ ഇല്ലാ വൈസുൽ ആഖിറ ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ, അല്ലാഹുവേ പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ എന്ന്. അപ്പൊ അതില് അറബിയാണ് നമുക്ക് അവിടെ പൂർത്തിയാക്കി കൊടുക്കാൻ വന്നത്. അപ്പൊ അവിടെ പൂർത്തിയാക്കാം. അടുത്തതാ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും സാഹോദര്യത്തിന്റെ മാനദണ്ഡം ഡേഷായിരുന്നു. എന്തായിരുന്നു? അൻസാറുകളുടെയും മുഹാജിറുകളുടെയും സാഹോദര്യത്തിന്റെ മാനദണ്ഡം ഈമാനായിരുന്നു. അടുത്തതാ പൂരിപ്പിച്ച ആശയം എഴുതാനാണ്. അയാ അയ്യുഹന്നാസു അഫ്ശു ഡാഷ് വഅതൈമുത്താമ വസിലു ഡാഷ് വസല്ലു ബില്ലൈലി വന്നാസു ഡാഷ് തദ്ഖുലു ബിസ്സലാം. അപ്പൊ അത് ആദ്യം ഇവിടെ പൂർത്തിയാക്കി കൊടുക്കണം. എന്നിട്ട് അതിന്റെ ആശയം ഇവിടെയൊക്കെ എഴുതണം. എന്തായിരുന്നു? യാ അയ്യുഹന്നാസു അഫ്സു സലാമ വഅതൈമുത്താമ വസിലുൽ അർഹാമ വസല്ലു ബിസ്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസ്സലാമീൻ. ഓ ജനങ്ങളെ, സലാം വ്യാപിപ്പിക്കുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, രാത്രിയിൽ ജനങ്ങൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. അത് പൂർത്തിയാക്കിയതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പൊ ഇതിൽ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.